ഹലോ ഫ്രണ്ട്സ്, അച്ചൂസ് ക്രിയേഷൻ 0.1 എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ്, നിങ്ങൾ ഒളിച്ചിരുന്നിട്ട് പോൺ വീഡിയോസ് കാണുന്നവരാണ് എങ്കിൽ നിങ്ങളോട് കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട ഈ പോൺ വീഡിയോസ് എപ്പോഴാണ് നമുക്കൊരു പ്രശ്നവും കേസൊക്കെ ആയിട്ട് വരുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു അറിവ് തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്ത് വിട്ടിരിക്കുന്നത്. സബ്ജക്റ്റിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. പേര് സോണിയ. നല്ലൊരു സെറ്റ് എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും തരിക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ പറഞ്ഞു വിട്ടിരിക്കുന്നത്. സബ്ജക്റ്റ് ഇതാണ്. സംസാരിക്കുന്നത് ഒരു ലേഡിയാണെന്ന് കരുതിയിട്ട് നമ്മൾ ഈ ഒരു കാര്യത്തെ മോശമായിട്ട് കാണേണ്ട ആവശ്യമില്ല. സെക്സ് എഡ്യൂക്കേഷൻ എന്നാൽ ഒരു സെക്സ് വീഡിയോ പ്രദർശനമല്ല, അല്ലെങ്കിൽ ലൈംഗികതയെ പറ്റിയിട്ട് മാത്രം സംസാരിക്കുന്ന ഒരു കാര്യമല്ല എന്നത് എല്ലാവരും മനസ്സിലാക്കി വെക്കുക. നല്ല രീതിയിലുള്ള ഒരു സെക്സ് എഡ്യൂക്കേഷൻ നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമാണ്. പ്രായത്തിനും ബുദ്ധിക്കും വളർച്ചയ്ക്കും ഒക്കെ അനുസരിച്ച് നമുക്കും നമ്മുടെ മക്കൾക്കൊക്കെ അത് കൃത്യമായിട്ട് കിട്ടുകയും വേണം. അങ്ങനെ കിട്ടുകയാണെങ്കിൽ അത് നമ്മളെ ശാരീരികമായിട്ടും മാനസികമായിട്ടും വളരെ കരുത്തുറ്റവനാക്കി മാറ്റും. നോ പറയേണ്ട ഇടത്തിൽ ഓൺ ദ സ്പോട്ടിൽ നോ പറയാൻ വേണ്ടിയിട്ട് ഈ ഒരു സെക്സ് എഡ്യൂക്കേഷൻ നമ്മളെ പ്രാപ്തരാക്കി മാറ്റും എന്നതാണ്. സെക്സ് ആണ് സബ്ജക്റ്റ്. അല്ലെങ്കിൽ സെക്സ് എന്നുള്ള ഒരു വേർഡ് കേൾക്കുമ്പോൾ തന്നെ അറപ്പോടെയും വെറുപ്പോടും കൂടിയിട്ട് അതിനെ മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ള സബ്ജക്റ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ട്, നമുക്ക് നിത്യേന ആവശ്യമുള്ള കാര്യങ്ങളാണ്. പക്ഷെ അതിനെ പറ്റിയിട്ടുള്ള അറിവ് മാത്രം നമ്മുടെ നല്ലതല്ല. തെറ്റായ അറിവുകൾ, കൂട്ടുകാരിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ, ഫോൺ വീഡിയോസ് കണ്ടിട്ടുള്ള അറിവുകൾ, ഇതൊക്കെയാണ് യഥാർത്ഥമായ സെക്സ് എഡ്യൂക്കേഷൻ എന്നാണ് നമ്മുടെ ഓരോരുത്തരുടെയും ധാരണ. അതുകൊണ്ടാണ് സെക്സ് എഡ്യൂക്കേഷൻ എന്നൊക്കെ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്കൊരു അറപ്പും വെറുപ്പും ഒക്കെ തോന്നുന്നത്. അത് മാറ്റിവെക്കേണ്ട ഒരു കാര്യമല്ല, അറിവെടുക്കേണ്ട ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേണം നമ്മൾ ഇനി മുന്നോട്ടേക്ക് ജീവിക്കാൻ. കാരണം അതിക്രമങ്ങളും ചൂഷണങ്ങളൊക്കെ ഇന്ന് വർദ്ധിച്ചു വരികയാണ്. ഈ ഒരു സെക്സ് എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടുന്നതിലൂടെ ഒരു പരിധി വരെയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നതാണ്. അതേപോലെയുള്ള ഒരു അറിവാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പൊ സബ്ജക്റ്റിലേക്ക് വരാം. നമ്മളെല്ലാവരും പോൺ വീഡിയോസ് കാണുന്നവരായിരിക്കും. അതായത് 100ൽ ഒരു 90 പേരും പോൺ വീഡിയോസ് കാണുന്നുണ്ട്. അത് ഒളിച്ചിരുന്നും പാത്തിരുന്നൊക്കെ ആയിരിക്കും കാണുക. എന്താ പോൺ വീഡിയോസ്? ഈ അശ്ലീല വീഡിയോസ് അല്ലെ. അത് ആരും വെട്ടത്തിൽ വന്നിരുന്ന് എല്ലാവരുടെ മുന്നിൽ വന്നിരുന്നൊന്നും കാണില്ല, ഒളിച്ചും പാത്തിരുന്നൊക്കെ ആയിരിക്കും കാണുക. അതൊരു തെറ്റാണ് എന്ന് പറയാനൊന്നും ഞാൻ ആളല്ല. അത് തെറ്റായി മാറുന്നത് എപ്പോഴാണെന്നുള്ളതാണ് ഞാൻ പറയാൻ വരുന്നത്. അതിന് ഒരുപാട് ദോഷങ്ങളുണ്ട് എന്നത് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. അതല്ല യഥാർത്ഥമായ ജീവിതം, യഥാർത്ഥമായ വിവാഹ ജീവിതം ഇതല്ല. പ്രത്യേകിച്ച് കൗമാരപ്രായത്തുള്ള കുട്ടികളാണ് ഇങ്ങനത്തെ വീഡിയോസ് കൂടുതലായിട്ട് കാണുന്നത്. കാരണം എന്താണ് സെക്സ്, അല്ലെങ്കിൽ എന്താണ് സെക്ഷൽ ആക്ടിവിറ്റീസ് എന്നൊക്കെ അറിയാനുള്ള ഒരു ആഗ്രഹം, ആ പ്രായത്തിലുണ്ടാവുന്ന ഹോർമോണുകളുടെ ഒരു ഉൽപാദനം, അല്ലെങ്കിൽ ലൈംഗികതയോടുള്ള ഒരു താല്പര്യം വർദ്ധിക്കുന്നത്, അല്ലെങ്കിൽ ശരീര അവയവങ്ങളിലൊക്കെ ഉണ്ടാവുന്ന ഒരു വളർച്ച, അപ്പൊ അവരുടെ അറിയാനുള്ള ആകാംക്ഷ വർദ്ധിച്ചിട്ട് കൗമാരപ്രായത്തിലാണ് നമ്മൾ ഈ പോൺ വീഡിയോസ് കാണുന്നത് തുടക്കം കുറിക്കുന്നത്. പിന്നെ ഏത് പ്രായത്തിലുള്ളവരും അത് കാണുന്നുണ്ട് എന്നതാണ്. പക്ഷെ അത് നമ്മുടെ ജീവിതത്തെ താളം തെറ്റിക്കും, അതിന് അടിമകളായിട്ട് നമ്മൾ മാറും എന്നത് ആരും മനസ്സിലാക്കുന്നില്ല. പോൺ വീഡിയോസ് കാണാതെ വയ്യ, എന്നൊരു പോൺ വീഡിയോസ് കണ്ടാലേ ശരിയാവുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. പോൺ വീഡിയോസ് കാരണം യഥാർത്ഥമായ ലൈംഗിക ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ വന്നവരും നമ്മുടെ ഇടയിലുണ്ട്. പോൺ വീഡിയോസ് ആണ് യഥാർത്ഥമായ വിവാഹ ജീവിതം എന്ന് വിചാരിച്ചിട്ട് അതിൽ കണ്ട പോലെ അല്ലല്ലോ എന്ന് പറഞ്ഞ് വഴക്കുണ്ടാവുന്ന ഫാമിലികൾ വരെ ഉണ്ട്. അങ്ങനെയാണ് വിവാഹ ജീവിതത്തിൻ്റെ ഉള്ളിൽ വിള്ളലുകളൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ ഒത്തിരി ദോഷ ഗുണങ്ങൾ മാത്രമാണ് അത് നമുക്ക് തരുന്നുള്ളൂ, നല്ലതായി ഒന്നും അത് തരുന്നില്ല. കുറച്ചു നേരത്തേക്കുള്ള ഒരു ലൈംഗിക സംതൃപ്തി, അല്ലെങ്കിൽ ഒരു ആഗ്രഹത്തെ ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്ന ഒന്നെന്ന് മാത്രമേ നിങ്ങൾ അതിനെ കണക്കാക്കാവുള്ളൂ. ഒളിച്ചും പാത്തും നമ്മൾ ഇരുന്ന് കാണുന്ന വീഡിയോസ്, ഈ ഒരു അശ്ലീല വീഡിയോസ് എപ്പോഴാണ് നമുക്ക് പണി തരുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മൾ ഇത് കണ്ട് ഇതിന്റെ അടിമകളായിട്ട് മാറും. വെറൈറ്റി തേടി തേടി നമ്മൾ പോകും. 867ഓളം നിരോധിച്ച പോൺ സൈറ്റുകളുണ്ട്. അതായത് അശ്ലീല വീഡിയോന്റെ സൈറ്റുകൾ 867 നിരോധിച്ചിട്ടുണ്ട്. ഇത് നിരോധിച്ച സൈറ്റ് ആണോ നിരോധിക്കാത്ത സൈറ്റ് ആണോ എന്നറിയാതെ ചിലപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. അതിൽ കയറി നമ്മൾ സെർച്ച് ചെയ്യുകയോ ഡൗൺലോഡ് ചെയ്യുകയോ വീഡിയോ കാണുകയോ വിൽക്കുകയോ വിതരണം ചെയ്യുകയോ പ്രദർശിപ്പിക്കുകയോ പ്രചരിപ്പിക്കുകയോ എന്തുണ്ടായാലും നമ്മുടെ വീട്ടിൽ പോലീസ് വരുമെന്നത് നിങ്ങൾ ഉറപ്പിച്ചോളുക. അതേപോലെ തന്നെ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട, അതായത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട
എന്ത് കാര്യം നിങ്ങൾ ഷെയർ ചെയ്യുകയോ ഡൗൺലോഡ് ചെയ്യുകയോ പ്രദർശനം ചെയ്യുകയോ പ്രചരിപ്പിക്കുകയോ വിൽക്കുകയോ വിതരണം ചെയ്യുകയോ ഉണ്ടായാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിട്ട് 8ന്റെ പണി കിട്ടും. അതേപോലെ തന്നെ ഇനി അടുത്തത് നമ്മൾ പോലും അറിയാതെ നമ്മൾ പെടും. എങ്ങനെ? ചില വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ടെലിഗ്രാം ഗ്രൂപ്പുകളിലൊക്കെ വരുന്ന വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസ് ഒക്കെ നമ്മൾ അറിയാതെ ഡൗൺലോഡ് ചെയ്ത് വെക്കും. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ വീഡിയോസ് ആണോ, അല്ലെങ്കിൽ നിരോധിത സൈറ്റുകളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതാണോ, കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടതാണോ എന്നൊന്നും അറിയാതെ നമ്മൾ അത് ഡൗൺലോഡ് ചെയ്ത് വെക്കുകയും ചെയ്യും. ചിലപ്പോൾ അത് കാണുകയും ചെയ്യും. അപ്പോഴും ഉറപ്പിച്ചോളുക, 8ന്റെ പണി വരാൻ പോവുകയാണ്, പോലീസ് വീട്ടിലെത്താനുള്ള സമയമായി എന്നത് നമ്മളൊന്ന് അറിഞ്ഞിരുന്നോളുക. ഇതിന്റെ ശിക്ഷ എന്ന് പറയുന്നത് 5 വർഷത്തെ തടവാണ്, 10 ലക്ഷം രൂപയാണ് പിഴ. അതൊക്കെ പോട്ടെ, അതിന്റെ ശേഷം ഉണ്ടാവുന്ന നാണക്കേടും മാനക്കേടും. ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ, ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാലൊന്നും ഒരു പോലീസുകാരും സമ്മതിക്കത്തില്ല. അതിനു വേണ്ടിയിട്ട് ഇന്ന് ഒരു ടീമിനെ തന്നെ രൂപീകരിച്ചിട്ടുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളെ കണ്ടുപിടിക്കാൻ വേണ്ടി തന്നെ. മക്കളുടെ ഇടയിലുള്ള അതിക്രമങ്ങളെ തടയുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ ഓപ്പറേഷൻ പി ഹട്ട് എന്ന ഈ ഒരു സംഭവം വന്നിരിക്കുന്നത്. അതെല്ലാവരും ഒന്ന് ഓർത്ത് വെക്കുക. ഒരു ഗുണങ്ങളും കിട്ടാതെ നമ്മുടെ കുറച്ചു നേരത്തുള്ള സംതൃപ്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാനും കേൾക്കാനൊക്കെ പോകുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലെ എന്തോരം ഭവിഷ്യത്തുകളെയാണ് വിളിച്ചു വരുത്തുന്നതെന്ന് നമ്മൾ പോലും അറിയില്ല. ആരും കാണാതെ ഒളിച്ചും പാത്തൊക്കെ റൂമിൽ ഇരുന്നായിരിക്കാം നമ്മൾ ഇത് കാണുന്നത്. പക്ഷെ പോലീസ് വീട്ടിൽ വരുമ്പോ എല്ലാവരും അറിയാനുള്ള ഇട വരും. ഇതായിരുന്നോ നിന്റെ പണി എന്ന് ചോദിക്കുന്ന ഒരവസ്ഥ വരും. നീ ഇങ്ങനത്തവനായിരുന്നു എന്ന് ചോദിച്ച് നിങ്ങളെ ഒറ്റപ്പെടുത്തുന്ന ഒരവസ്ഥ വരും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഈ അശ്ലീല വീഡിയോസ് അഥവാ പോൺ വീഡിയോസ് നമ്മുടെ ജീവിതത്തെ ദുരന്തപൂർണമാക്കുകയുള്ളൂ. ഒരു പോൺ വീഡിയോസ് കണ്ടു എന്ന് പറഞ്ഞിട്ട് അത് തെറ്റാണ്, പോലീസ് കൊണ്ടുപോകും എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. എന്തു വേണം വേണ്ട എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഒരു വ്യക്തിയുടെ തീരുമാനമാണ്. കൗമാരപ്രായത്തിലൊക്കെ ഉള്ള മക്കളോടൊക്കെ ആയിട്ട് പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും കാണാൻ വേണ്ടി നിൽക്കരുത്, നല്ലതല്ല, ഇതല്ല ജീവിതം. ഇത് നമ്മളെ പ്രശ്നങ്ങളിലേക്ക് മാത്രമാണ് കൊണ്ടെത്തിക്കത്തുള്ളൂ. അവരവരുടെ വരുമാനത്തിന് വേണ്ടിയിട്ടും ഒക്കെ ഇത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. നമ്മളിപ്പോ ഒരു സിനിമ കണ്ടു, അതൊരു അഭിനയമാണെന്നും അതൊരാൾ കഥ എഴുതി അഭിനയിക്കുന്നതാണെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ പോൺ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ മാത്രം ഇത് തന്നെയാണ് ജീവിതം എന്നാണ് എല്ലാവരും അറിഞ്ഞ് അല്ലെങ്കിൽ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. സെക്സ് എന്താണ്, സെക്ഷൽ ആക്ടിവിറ്റീസ് എന്താണെന്നൊക്കെ അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഇത് പോയിട്ട് കാണുന്നത്. ശരിയായ രീതിയിലുള്ള ഒരു സെക്സ് എഡ്യൂക്കേഷൻ കിട്ടാത്തത് കൊണ്ടാണ് ഈ ആഗ്രഹത്തെ ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യത്തിലേക്ക് പോകുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കൗമാരപ്രായത്തിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക. ആ സമയത്ത് ശരിയായ രീതിയിലുള്ള ഒരു സെക്സ് എഡ്യൂക്കേഷൻ കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെ ഒരു ഭവിഷ്യത്തിലേക്ക് ചെന്ന് പെടില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് നമുക്ക് ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ തരുമെന്ന കാര്യം എല്ലാവരും ഓർമ്മയിൽ വെച്ചിട്ട് വളരെ ശ്രദ്ധയോട് കൂടിയിട്ടായിരിക്കണം ഏതൊരു കാര്യത്തെ നമ്മൾ തെരഞ്ഞെടുക്കുന്നതും സ്വീകരിക്കുന്നതും ഒക്കെ. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നല്ലൊരു അറിവ് തന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. ഇനി ഒരു കാര്യം പറയാനുള്ളത്, അച്ചൂസ് ക്രിയേഷൻ 0.1 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ആ യൂട്യൂബ് ചാനലിന്റെ ഉള്ളില് സെക്സ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി സബ്ജക്റ്റുകളെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു വിട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നല്ല അറിവുകളെ സ്വീകരിക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.